ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ആയി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനത്തെ വ്ളോഗൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളവിടെ എടപ്പാൾ ഒരു പുതിയൊരു പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ഒരു വലിയൊരു ഹാളൊക്കെ വന്നിട്ടുണ്ട്. 95 രൂപ മുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് പോകുന്നുണ്ട്. നമ്മൾ എടപ്പാൾക്ക് ഒരു ആവശ്യത്തിന് പോയപ്പോൾ അങ്ങനെ അവിടെ കയറിയിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ഇത് അവിടെ സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കട്ടെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര മുത്തം മടിയാണ് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ മിന്നൂസ് പറയാനൊന്നും ഒരുങ്ങിയിട്ട് ഇന്ന് ബുധനാഴ്ച ആയ കാരണം ഒരുങ്ങി പിടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് നല്ലട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ. അപ്പോൾ മിന്നൂസ് ഇങ്ങനെ നല്ല ഒന്ന് പോസൊക്കെ ഇടുന്നൊക്കെ ഉണ്ട്, നല്ല സ്റ്റൈലൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ഇന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇന്ന വീഡിയോ എടുക്കണം കുറച്ച് നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ വള അവൾക്ക് അമ്മായി മേടിച്ചു കൊടുത്തതാണ്, അവളെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അവൾക്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മൊത്തത്തിൽ ബഹളം അവിടുന്ന് ഇവിടുന്നൊക്കെ ചീറിലൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ മുടി കെട്ടി തന്നത് വീഡിയോ എടുക്കണം ഇന്നമ്മയാണ് എന്നാണ് പറഞ്ഞത് അവൾ കേട്ടോ. എന്നെ വിളിക്കുക ഇന്നമ്മ എന്നാട്ടോ വിളിക്കുക, അപ്പക്കാനും വിളിക്കുക പാപ്പാപ്പാന്ന്. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ എന്നെ മൂത്തമ്മ എന്ന് വിളിപ്പിച്ചിട്ട് ഓൾക്ക് ഇന്നമ്മ എന്നുള്ള ഒരു വെറൈറ്റി അങ്ങോട്ട് ആക്കിയിട്ടതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അതന്നെയാണ് കേട്ടോ വിളിക്കുക. അങ്ങനെ റെഡി ആയിട്ടുണ്ട്, നല്ല സ്റ്റൈലൊക്കെ കാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. വണ്ടി വരാൻ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നേരത്തെ തന്നെ മദ്രസക്ക് വിട്ടുന്നുണ്ടെങ്കിൽ ഒരെണ്ട് കഴിച്ചു കൊടുക്കുക ചെയ്യട്ടോ. അപ്പോൾ എമിക്കുട്ടി ഇതാ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓലിക്ക് പിന്നെ എല്ലാ ദിവസവും യൂണിഫോം തന്നെയാണ് കേട്ടോ. LKG UKG ക്ലാസ്സുകാർക്കൊക്കെ കളർ ഇടാം, അല്ലാത്ത കുട്ടികൾക്കൊക്കെ യൂണിഫോം തന്നെയാണ് ഇട്ടിട്ട് പോവുക സ്കൂൾക്ക്. പിന്നെ നമ്മളെ വീട് ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്കറിയില്ല, നമ്മളെ വീട് പാടത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വരമ്പത്ത് കൂടെ, പാടത്തിൻ്റെ വരമ്പത്ത് കൂടെയൊക്കെയാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പോലത്തെ വഴികളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ മിക്കവാറും ചുരുക്കമൊക്കെ തന്നെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്കുള്ളത്. അത് കാരണം ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്ക് മഴ നല്ല പെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇതിനെ പോകാൻ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇൻഷാ അല്ലാഹ് നല്ല പോലെ തന്നെ ആവും. ഇനിയിപ്പോൾ മഴയൊക്കെ പോയതല്ലേ, അത് കാരണം കുട്ടികൾക്ക് കിടക്കാനൊക്കെ കേട്ടോ. എന്നാലും നല്ലോണം കണ്ടത്തിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ ആയിട്ടൊന്നുമില്ല. പിന്നെ നെല്ലൊക്കെ നല്ലോണം നല്ല കതിരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്തേക്കൊക്കെ ഏകദേശമൊക്കെ നല്ലോണം നെല്ല് മൂത്ത് നിൽക്കുന്ന സമയമാവും കേട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാട്ടിയെടുക്കണോ, അതിൽ ചവിട്ടണ്ട കേട്ടോ. പിന്നെ നമ്മളെവിടെയും പന്നിയുടെ ശല്യം നല്ല ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഞണ്ടിൻ്റെ പൊത്തൊക്കെ ഉണ്ടല്ലോ, അതിൽ ഞണ്ടിനെ പിടിക്കാനാണെന്നാണ് പറഞ്ഞത്. വരമ്പൊക്കെ ആകെ കുത്തി മറിച്ചിട്ടിട്ട് നടക്കാൻ പറ്റാണ്ട് അലമ്പാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ അതാ കയറി പോകുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ. നമ്മൾ അടുത്ത വീട്ടിലത്തെ കുട്ടികളുണ്ട് കേട്ടോ, അയൽവാസി കുട്ടികളുണ്ട്, അവരൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ബയാൻ കേട്ടോ. അപ്പോൾ ബയാനും എൻ്റെ ഇത്താത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിക്ക് തന്നെയാണ് പോവുക കേട്ടോ. അപ്പോൾ ഉമ്മയാണ് രാവിലെ അവരെ കൊണ്ടാക്കാൻ വേണ്ടി കയറുന്ന ആൾ ഉമ്മയാണ് കേട്ടോ. മദ്രസയ്ക്ക് സ്കൂൾക്കൊക്കെ കയറൽ ഇപ്പോൾ ഉമ്മയാണ്. പിന്നെ അപ്പോൾ അത് കാരണം പിന്നെ ഓളുണ്ടാവും നമ്മൾ അടുത്ത വീട്ടിൽ അവർ രണ്ടാളും കൂടിയിട്ടാണ് കയറി നിൽക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് പോലെ. അപ്പോൾ എമിക്കുട്ടി ഇങ്ങനെ എന്തൊക്കെയോ വണ്ടിക്ക് ഇങ്ങനെ കാത്ത് നിന്നാൽ പിന്നെ അവർ ഒതുങ്ങി നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ടാ. പിന്നെ ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴത്തേന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി വരും ചെയ്ത് അങ്ങനെ അവർ പോയിട്ടോ. പിന്നെ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് മഞ്ഞായിരുന്നു കേട്ടോ രാവിലത്തെ ഒരു വീഡിയോ എനിക്ക് തീരെ എടുക്കാൻ പറ്റാറില്ല. ഇൻഷാ അല്ലാഹ് അതിന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണ്ട്. നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സമയമാവും കേട്ടോ. ഇപ്പോഴും കണ്ടോ മഞ്ഞ് പെയ്ത തുള്ളികൾ ഇപ്പോഴും ഇലയുടെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് രാവിലെ കാണാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് എടുക്കണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ചായയും കടിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓട്ടപ്പവും പിന്നെ സോയാബീൻ തേങ്ങ വറുത്തരച്ച് കറിയാണ് വെച്ചിട്ടുള്ളത്. അവർ മദ്രസ വിട്ട് വരുന്ന സമയത്ത് തന്നെ ചായയും കടിയൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ വന്ന് അവരൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് അവരെ റെഡിയാക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഇനി ഓരോന്നോരോന്ന് ചെയ്യണം. കണ്ടോ നെല്ല് നല്ല സൈഡിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ഇത് നല്ല ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയൊരു ഇതുമായി ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തി നമ്മൾ ബാക്കി ഓരോന്ന് പരിപാടി നോക്കണം. ഇനി നമുക്ക് എടപ്പാൾക്ക് പോകാണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ബാക്കി എടപ്പാൾ വെച്ചിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ച ഉണ്ടായിരുന്നിട്ട് നമ്മളിങ്ങനെ വന്ന് നോക്കി നോക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇത് കണ്ടു നോക്കി നോക്കുമ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ടാണ് വന്നത്. അപ്പം നമുക്ക് കയറി നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നും കൂടി നമുക്കറിയണമല്ലോ. എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ നല്ലവണ്ണം എഴുതിയിട്ട് കാണാനുണ്ട്. 99 രൂപ 69 രൂപ അങ്ങനെ ഓരോന്ന് കാണാനുണ്ട് കേട്ടോ. സംഭവം കയറി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല.
നമ്മളിത് മേടിക്കാനെന്ന് വിചാരിച്ച് പൈസയും കയ്യിൽ വെച്ചിട്ടല്ല വന്നത്. പക്ഷെ എന്നാലും കൂടി കണ്ടപ്പോൾ നല്ല രസമായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കുട്ടികൾക്ക് ഓരോന്നൊക്കെ എടുത്തിട്ടൊക്കെ കണ്ട് പോയിട്ടാണ്. പാൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല നല്ല ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 300 ശില്ല 400 അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ പെട്ടെന്ന് നിരക്കൊന്നും ചെയ്യാത്ത നല്ലൊരു ക്ലോത്താട്ടോ സംഭവം. കണ്ടതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഉമ്മക്ക് കണ്ടോക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാതും ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം പാൻറ്റുകളാണ് കേട്ടോ. പലാസോ പാൻറ്റ്, ലെഗിന്, അങ്ങനത്തെ ഐറ്റംസുകൾ എല്ലാതും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഉണ്ട്. പക്ഷേ നഷ്ടമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ വലിയ ലാഭമൊന്നും ഇല്ല എന്ന് കണ്ടിട്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഏകദേശം സെയിം ചില സാധനങ്ങൾക്ക് കടയിലത്തെ ആ ഒരു റേറ്റൊക്കെ തന്നെ വരുന്നത്. പക്ഷെ നല്ല സാധനം തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമുക്കിപ്പോൾ നോക്കിയതിന് ശേഷം നമുക്ക് ഓരോ ക്ലോത്തും കണ്ടിട്ട് എനിക്ക് അറിയാമല്ലോ നല്ലതാണോ അല്ലൊക്കെ. പക്ഷേ ഈ ഒരു പാൻറ്റ് ഇതൊക്കെ മൊത്തം പലാസോൻ്റെ സെറ്റാണ്. അതൊക്കെ 140 രൂപ കേട്ടോ വരുന്നത്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇതാണ് 99 രൂപ എന്ന് പറഞ്ഞ ടോപ്പ് ഇട്ടോ. അപ്പം ഞാൻ കണ്ടപ്പോൾ പിന്നെ എടുത്തതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് എടുത്തിട്ട് അയലച്ചിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമെന്ന് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ മൊത്തം കറങ്ങി കണ്ടിട്ട് നമ്മൾ കയറിയതല്ല. അപ്പം ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടിയിട്ട് അങ്ങനെ കണ്ട് ഓരോന്ന് ഒരു വലിയ ബാസ്ക്കറ്റൊക്കെ വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുന്നു തന്നിട്ടാണ്. നമ്മളൊരു ടോപ്പ് ഇതൊന്നൊരു ടോപ്പ് എടുത്ത് പിന്നെ നമ്മളവിടെ കുഞ്ഞ് ഹംദാനുണ്ട് കേട്ടോ. എനിക്കൊരു ട്രൗസർ ഉണ്ടല്ലോ ചെറുത്, അത് പിന്നെ കുട്ടികൾക്ക് ഓരോ പാൻറ്റ് അങ്ങനെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് വന്നതല്ല, വേറെ ആവശ്യത്തിനും വേണ്ടി എടപ്പാൾ വന്നപ്പോൾ അങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കയറിയതാണ്. ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. അപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ പാൻറ്റ് തന്നെയാണ് പറഞ്ഞ മാതിരി. ഇതിങ്ങനെ നല്ല അടക്കി വെച്ച് ഇരിക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. ഒന്നാകെ കൂടി വാരി വലിച്ചിട്ടിട്ട് ആകെ അൽക്കുലത്താക്കിയിട്ടൊന്നല്ല ഇട്ടിട്ടുള്ളത്. നല്ല ഓരോന്നും ഓരോ ഇതിൻ്റെതായ വൃത്തിക്കും നല്ല ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ എടപ്പാൾ വഴിയൊക്കെ പോകണവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറണമെങ്കിൽ കയറിക്കോളി. എടപ്പാളിൽ നിന്ന് നമ്മളെ തൃശ്ശൂർ റോഡുണ്ട്. അപ്പോൾ നമ്മളെ ശുഗപുരം എന്ന് പറയും, തൃശ്ശൂർ റോഡ്. അവിടെയാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. നമ്മളറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് നല്ല ചീപ്പ് സാധനങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കും അത് നല്ല ലോക്കൽ സാധനമാവും അങ്ങനത്തെ അങ്ങനെയൊന്നുമല്ല. നല്ല അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പം ഇത് കുട്ടികളെ ഞാൻ മുത്തൂന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ കുട്ടികൾ. അപ്പോൾ അവർ അവിടുത്തെ ബംഗാളിയാണ് ഒപ്പമുള്ള ആൾ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഇത് ലേഡീസിൻ്റെ തരാം. അപ്പോൾ ഉമ്മ പറയും ലേഡീസ് ട്രൗസർ ഇട്ട് കിടക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവരോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അവർ പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെ മോഡൽ എന്ന് പറയുമ്പോൾ എന്നോട്. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് സെക്ഷനിലേക്ക് പോയിട്ട് അമ്മ അങ്ങനെ നല്ല പുള്ളിയും പൂക്കളൊക്കെ കണ്ടോക്കി നോക്കുമ്പോൾ കുട്ടികൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡൊക്കെ പാൻസുകൾ തന്നെയാണ്. പിന്നെ ഷാളുകൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ റേറ്റ് കറക്റ്റ് പറയാൻ നിന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ച് എടുത്താവുന്നല്ല, പെട്ടെന്നൊരു പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എന്തായാലും കയറില്ലേ. അപ്പം ഉമ്മ ഞാൻ അന്ന് വീഡിയോ എടുത്തോ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുത്തെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലുള്ളത് എന്താ വെച്ചെങ്കിൽ ടോപ്പ് പാൻറ്റുകൾ നമ്മളെ പലാസോ ജെഗിന് ലെഗിന് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. പിന്നെ കുട്ടികളിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല നല്ല ഫ്രോക്കുകളും കാര്യങ്ങളും പാൻറ്റുകളും പിന്നെ ഡെയിലി യൂസിന് അവർക്ക് ഇടാൻ പറ്റിയ സൈസ് അങ്ങനത്തെ ഒക്കെ കുറേ ഇതുണ്ട് കേട്ടോ. എല്ലാതും വേണമെങ്കിലും ഉണ്ട്. ടീഷർട്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ ഒരു ലോഡുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ വീഡിയോ ഒന്നും തികയില്ല, അത്രയുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് മാത്രം കേട്ടോ. നല്ല പുതപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പുതപ്പുകൾ നല്ല അത് 499 രൂപ കാണിച്ചിട്ടുണ്ട്. വലിയ കമ്പിളി പുതപ്പുണ്ടല്ലോ അങ്ങനത്തെ സൈസൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ട് ട്രൗസർ പറഞ്ഞത് വെറും 12 രൂപ 16 രൂപക്കുള്ളൂ ഒരു ട്രൗസർ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ. നല്ല ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ടോപ്പ് കുട്ടികൾക്കൊക്കെ ഇട്ടെടുക്കാൻ പറ്റിയ പാൻറ്റിൽക്കൊക്കെ ഇടാൻ പറ്റിയ ഷോർട്ടായിട്ടുള്ളൊരു ടീഷർട്ട് പോലത്തെ കണ്ടിട്ടാ. ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിന് പോണ വഴിക്ക് കയറി നോക്കിക്കോളി, കുഴപ്പമൊന്നുമില്ല. നല്ല സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവിടെ ചായക്ക് കടി ഉണ്ടാക്കാം കേട്ടോ. ദോശ നമ്മൾ വൈകുന്നേരം എന്നും നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കും എന്തെങ്കിലും. അപ്പോൾ ചോറ് അങ്ങനെ കഴിക്കില്ല കേട്ടോ ആരും അങ്ങനെ മിക്കവാറും. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കുകയാണ്. ഇതെന്താ വെച്ചാൽ ഗോതമ്പ് പൊടിയിൽ തേങ്ങ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഈ ലെവൽക്കാക്കി കുഴച്ചിട്ട് റെഡിയാക്കിയിട്ട് ഇതുപോലെ ഉരുളെടുക്കുക. എന്നിട്ട് വാഴയുടെ ഇല ഇതുപോലെ പീസാക്കി കീറിയിട്ട് അത് കഴുകിയതാണ് കേട്ടോ. എന്നിട്ട് അതിക്ക് ആ ഉരുള വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ കൈമ തൊട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇലദോശ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഗോതമ്പിൻ്റെ ഇലദോശയാണ്. അപ്പോൾ ഇതുപോലെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല പരന്ന് റെഡിയായി കിട്ടും. പിന്നെ ഇതിൽ തേങ്ങ ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു അപ്പമാണ് കേട്ടോ. ഈ അപ്പം ഇത് നമ്മൾ ഡെയിലി മിക്കവാറും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല രസമാണ്. നമ്മളെ കട്ടൻ ചായക്കൊക്കെ ഒന്ന് കടിച്ച് കഴിക്കാനും കറിയിൽക്കൊക്കെ മീൻ കറിയിൽക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ദോശ. അപ്പോൾ ഇത് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ദോശ ചട്ടി വെച്ചിട്ട് അടുപ്പത്ത് തന്നെ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇല ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കൈകൊണ്ട്. പിന്നെ ഇത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല ഇങ്ങനെ വിടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോരും. പിന്നെ അപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നല്ല വേവിച്ച് മുരിച്ചിട്ട് എടുക്കുക. അത്ര സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി
വെച്ച് നോക്കിയിട്ടാ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി ചുട്ട് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ അന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളെ കട്ട സപ്പോർട്ട് ഞങ്ങളെ കൂടൊപ്പം വേണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.